ചീഫ് ലീഗൽ ഓഫീസർ അഡ്വക്കേറ്റ് എസ് രാജേന്ദ്രൻ IPS അവരുടെ ഏറ്റവും ബഹുമാനപൂർവ്വം തന്നെ ഒരിക്കൽ കൂടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഏറ്റവും ബഹുമാനപൂർവ്വം തന്നെ നമ്മുടെ ഒരു ഗ്രാൻഡ് ലോഞ്ചിങ് സെറമണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു കാര്യത്തിലാണ് അല്ലെ, മാക്സ്വിൻ പേ അല്ലെങ്കിൽ ലൈഫ് പേ എന്ന് പറയുന്ന ഈ ഒരു റീറ്റെയിലേഴ്സ് പ്രൊമോഷൻ ആപ്ലിക്കേഷൻ, ബിസിനസ് പ്രൊമോഷൻ ആപ്ലിക്കേഷൻ വലിയൊരു സംഭാവന അല്ലെങ്കിൽ ഒരു പുതിയ അധ്യായം തന്നെ MPയിലൂടെ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ആൻഡ് ഈ ഒരു ഐഡിയ നമുക്ക് വേണ്ടി ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മാക്സ്വിൻ ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചെയർമാൻ ശ്രീ KV അബ്ദുൽ ഹമീദ്. അദ്ദേഹം ഇതിന്റെ ചെയർമാൻ മാത്രമല്ല, അദ്ദേഹം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്റ്റേറ്റ് പ്രസിഡന്റും ഡിസ്ട്രിക്ട് പ്രസിഡന്റുമാണ്, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആൻഡ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ്. സോ അദ്ദേഹം ഈ ഒരു സ്ഥാനം അലങ്കരിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരുപാട് ചുമതലകൾ അല്ലെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിൽ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ആ ഒരു കാര്യങ്ങളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു ബിസിനസ് ഐഡിയയും കൂടെ ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഡിജിറ്റൽ വേൾഡിലേക്ക് കടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഫോണിലൂടെ അല്ലെങ്കിൽ ഒരു ടച്ചിലൂടെ നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ എത്തുന്ന ഒരു ഈസി വേയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ നിന്നും മാറി റീറ്റെയിലേഴ്സിന്റെ ഒരു ബിസിനസ് പ്രൊമോഷന് വേണ്ടി എങ്ങനെ നമ്മുടെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇന്നിവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഓൺലൈനിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് മെയിൻ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടുകൾ അധികമാണ്. ഒപ്പം തന്നെ നമുക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ തന്നെ ഇത്രയും ഡിസ്കൗണ്ടിലൂടെ നമ്മുടെ സാധനങ്ങൾ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ള ആ ഒരു കാര്യം കൊണ്ടാണ് കൂടുതലും ആളുകൾ ഓൺലൈനിലൂടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അതിൽ നിന്നും മാറി എങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിനെ റീറ്റെയിലേഴ്സിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പുകളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നത് അദ്ദേഹം ചിന്തിച്ചു. അതിൽ നിന്നാണ് ഈ ഒരു ഐഡിയയിലൂടെ അദ്ദേഹം മുന്നിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു MP ആപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യുന്ന ഈ ഒരു സ്കാൻ ഉപയോഗിച്ച് നമ്മൾ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റന്റ് ആയി 1% മുതൽ 99% വരെയാണ് ഇൻസ്റ്റന്റ് ആയി ഡിസ്കൗണ്ട് ലഭിക്കുന്നത്, നമുക്ക് ഓഫർ ചെയ്യുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഓഫർ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഷോപ്പുകളിലേക്ക് എത്തിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ റീറ്റെയിലേഴ്സിന്റെ ബിസിനസ്സിനും പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സഹായിക്കുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ബിൽ പേയ്മെന്റ്സ് ചെയ്യാൻ മാത്രമല്ല, ഒപ്പം തന്നെ M-Gold എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കടക്കുന്നില്ല, നമുക്ക് വഴിയെ ഈ ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടാം. ആൻഡ് ഇന്ന് നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് ലോഞ്ചിങ് സെറമണിക്ക് വേണ്ടി ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എന്റെ ഏറ്റവും ആദ്യമായി തന്നെ നമുക്ക് വെൽക്കം അഡ്രസ്സിന് വേണ്ടി ലെറ്റ് മി വെൽക്കം ശ്രീ KV അബ്ദുൽ ഹമീദ്, ചെയർമാൻ ഓഫ് മാക്സ്വിൻ ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. നല്ലൊരു കൈയടിയോടുകൂടെ സ്വാഗതം ചെയ്യുന്നു.
ഇന്ന് എംപി മാക്സിമം ഈ നാടിനായി സമർപ്പിക്കുന്ന നമുക്ക് ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദര തുല്യം എന്ന് അദ്ദേഹമാണ് എന്നെ വിശേഷിപ്പിക്കാറ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഞാൻ കാണുന്ന ബഹുമാനായ ഒരു മിനിസ്റ്റർ രാജേന്ദ്രൻ, നമ്മുടെയൊക്കെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്കായി തന്റെ ജീവിതം തന്നെ ഒഴിവുവെച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജു അപ്സര അവർ, നമ്മുടെ കോർപ്പറേഷന്റെ ഓപ്പോസിഷൻ ലീഡർ രാജൻ പല്ലൻ അവർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ.ആർ. വിനോദ് കുമാർ, ഏകോപന സമിതിയുടെ ജില്ലയുടെ ട്രഷറർ നമുക്കേറെ പ്രിയങ്കരനായ ജോയ് മുത്തടൻ, ഈ യൂണിറ്റിന്റെ ഈ സ്ഥാപനം നിലകൊള്ളുന്ന യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീമാൻ ടോണി, ഈ കമ്പനിയുടെ ചീഫ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് എസ് രാജേന്ദ്രൻ IPS അവർ, എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കൾ, എന്നോട് ചേർന്ന് നിൽക്കുന്ന വ്യാപാരി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, മാക്സിമത്തിന്റെ സ്റ്റാഫ് അംഗങ്ങൾ കൂടി വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. സദസ്സുകൾ ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് ഇത് എന്ന് പലരും ചോദിക്കുക. എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രയാസമില്ല. ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു, മിനിസ്റ്ററും ചോദിച്ചു, സംസ്ഥാന അധ്യക്ഷനും ചോദിച്ചു, രാജ്യം ഇപ്പൊ ചോദിച്ചു, എന്താ സംഭവം ഒന്നും മനസ്സിലാക്കില്ല. യഥാർത്ഥത്തിൽ മാക്സ്വെൽ ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇ-കൊമേഴ്സ് രംഗത്ത് നമ്മുടെ നാടിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വ്യാപാരത്തെ ആ രീതിയിൽ മാറ്റുന്നതിനായിട്ട്, ചലിപ്പിക്കുന്നതിനായിട്ട് ആധുനിക കാലഘട്ടത്തിന്റെ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്ന ആഗ്രഹത്തോടെ 2 വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊടുത്തതാണ്. 2.5 വർഷം പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഈ ഒരു 2.5 വർഷത്തിനിടയിൽ മാക്സിമം ഇ-കൊമേഴ്സ് നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉചിതമായതും കാലോചിതമായതും എന്ന് തോന്നിയ ചില കണ്ടന്റുകൾ, ചില പ്ലാറ്റ്ഫോമുകൾ ഇന്നിവിടെ അവതരിപ്പിക്കുകയാണ്. അടുത്ത ദിവസങ്ങൾ മുതൽ അത് മാർക്കറ്റിൽ കൃത്യമായി ലഭ്യമാകും. എംപേ എന്നുള്ളതാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വാക്യം. മാക്സിമം പേ, അതൊരു പേയ്മെന്റ് സിസ്റ്റമാണ്. നമുക്കറിയാം, നമ്മുടെ കടകളിൽ ഇപ്പൊ കൂടുതൽ ആളുകൾ പേയ്മെന്റ് നടത്തുന്നത് QR കോഡ് സ്കാൻ ചെയ്ത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. അത്തരത്തിൽ ഇനി മുതൽ എംപേയുമായി കൊളാബറേറ്റ് ചെയ്യുന്ന, സഹകരിക്കുന്ന ഷോപ്പുകളിൽ നിങ്ങൾക്ക് എംപേയുടെ ഈ രീതിയിലുള്ള ഒരു QR സ്കാനിങ് മെഷീൻ ഉണ്ടായിരിക്കും. ഇത് സ്കാനിങ് മെഷീൻ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഒരു സ്കാനിങ് മെഷീൻ വിത്ത് സ്പീക്കർ, സൗണ്ട് സിസ്റ്റം. നമുക്കറിയാം, ഫോൺ പേ, ഗൂഗിൾ പേ ഒക്കെ പേയ്മെന്റ് നടത്തുമ്പോൾ അത് അനൗൺസ് ചെയ്യും. ആ രീതിയിൽ എംപേയുടെ ഒരു സൗണ്ട് സിസ്റ്റം വിത്ത് QR കോഡ് അവിടെ ഉണ്ടായിരിക്കും. അതുണ്ടാവുക എംപേയുമായി സഹകരിക്കുന്ന ഷോപ്പുകളിലാണ്. ആർക്ക് വേണമെങ്കിലും എംപേയുമായി സഹകരിക്കാം, അതിൽ വേറെ തടസ്സമൊന്നുമില്ല. അപ്പൊ അത്തരത്തിൽ നമ്മള് ഒരു കടയിൽ കയറി നിങ്ങളൊരു ഉൽപ്പന്നം പർച്ചേസ് ചെയ്തു, അവിടെ എംപേയുടെ QR കോഡ് ഉണ്ട്, നിങ്ങളുടെ ഫോണിൽ എംപേ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംപേയിലൂടെ അവിടെ പേയ്മെന്റ് കൊടുക്കാൻ കഴിയും. അങ്ങനെ കൊടുക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ,
ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങളൊരു കടയിൽ കയറി ഒരു റിട്ടൈലറുടെ അടുത്ത് പോയി 1000 രൂപയുടെ ബില്ലാണ് നിങ്ങൾക്ക് വന്നത്, എംപേ ഉപയോഗിച്ച് നിങ്ങൾ സ്കാൻ ചെയ്തു, പേയ്മെന്റ് 1000 രൂപ അതിൽ സാധാരണ അടിക്കുന്നത് പോലെ അടിച്ചു, ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്ക്രീനിൽ കാണുക ഒരുപക്ഷെ 950, 500, 400. ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് 1% മുതൽ 99% വരെ ഡിസ്കൗണ്ട് ആണ്. അത് ഓട്ടോമേറ്റഡ് ആയിട്ട് സിസ്റ്റമാണ് അത് തീരുമാനിക്കുന്നത് ഏത് ബില്ലിൽ എത്ര കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എംപേ എനേബിൾഡ് ആയിട്ടുള്ള ഷോപ്പിൽ എംപേ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തുമ്പോൾ 1 രൂപയെങ്കിൽ 1 രൂപ നിർബന്ധമായിട്ടും ഇൻസ്റ്റന്റ് ആയി ഡിസ്കൗണ്ട് കിട്ടും. ആദ്യം ഡിസ്കൗണ്ട് ആണ്, പിന്നീട് പേയ്മെന്റ്. 1000 രൂപയുടെ ബില്ല് നമ്മൾ പ്രസ് ചെയ്ത് 1000 എന്നടിച്ച് ഓക്കെ കൊടുത്താൽ തൊട്ടടുത്ത സ്ക്രീനിൽ ഇത് കാണിക്കുക 900 800 ആയിരിക്കും. അപ്പോ ഓക്കെ കൊടുത്താൽ ആ 800 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ഈ 1000 രൂപയുടെ ഉൽപ്പന്നമായിട്ട് മുന്നോട്ട് പോകാം. അതിപ്പോ നമ്മൾ പരസ്യത്തിൽ പറയുന്നത് പോലെ ചിലപ്പോൾ അത് 1 രൂപ അടച്ചാൽ മതി എന്ന് വരെ പറയാം, അല്ലെങ്കിൽ 1 രൂപ ഡിസ്കൗണ്ട് എന്നും പറയാം. എന്തായാലും ഡിസ്കൗണ്ട് നിർബന്ധമായിട്ടും ലഭിക്കും. അതല്ലെങ്കിൽ അതില് ഇപ്പൊ ഞാൻ പറഞ്ഞു 1000 രൂപ നമ്മൾ 1000 രൂപ ടൈപ്പ് ചെയ്തു, നെക്സ്റ്റ് അടിച്ചു കഴിയുമ്പോ 800 രൂപ അടച്ചാൽ മതി എന്ന് സിസ്റ്റം കാണിക്കാൻ ഫോണിൽ കാണാൻ 800 രൂപ അടച്ചാൽ മതി. അവിടെ അടിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, നിങ്ങൾക്ക് സ്വർണം വേണോ? ഈ ഡിസ്കൗണ്ട് സ്വർണമാക്കി മാറ്റാം. സ്വർണം വേണമെന്ന് പ്രസ് ചെയ്താൽ സ്ക്രീനിൽ ഡിസ്കൗണ്ട് മാറി മുഴുവൻ സംഖ്യയും കാണിക്കും. അപ്പൊ 1000 രൂപക്ക് 1000 രൂപ തന്നെ അടക്കുക. ഡിസ്കൗണ്ട് ആയിട്ട് നൽകുന്നത് 200, 250, 500 എത്രയാണെന്ന് വെച്ചാൽ അത്രയും സംഖ്യക്ക് 24 കാരറ്റ് സ്വർണം നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങളുടെ വാലറ്റിൽ ഉണ്ടാവും. ഇതാണ് എംപേ പേയ്മെന്റ് സിസ്റ്റം. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. മാക്സിമം ഇ-കോമേഴ്സ് കമ്പനി കഴിഞ്ഞ 6 മാസമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്തിട്ട് ഇത് ലോഞ്ച് ചെയ്യാനായിട്ട് ഇത്രയും സമയമെടുത്തത് ഇത് കോപ്പിറൈറ്റ് ചെയ്യാനും പാറ്റന്റ് ചെയ്യാനുമാണ്. ആഗോളതലത്തിൽ ഈ ആശയം പാറ്റന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാക്സിം കമ്പനിയുടെ പേരിൽ. അതാണ് ഈ ആശയം ഏറ്റവും പുതിയ. നമ്മളിപ്പോ ഫോൺ പേ, ഗൂഗിൾ പേ ഒക്കെ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്രാച്ച് കാർഡൊക്കെ കിട്ടും. പക്ഷെ ആരും അത് സ്ക്രാച്ച് ചെയ്യാറില്ല. കാരണം സ്ക്രാച്ച് ചെയ്താൽ ചിലപ്പോൾ പറയും നെക്സ്റ്റ് ടൈം എന്ന് പറയും, ചിലപ്പോൾ പറയും ഏതെങ്കിലും സ്ഥലത്ത് പോയി എന്തെങ്കിലും മേടിച്ചാൽ 10% ഡിസ്കൗണ്ട് എന്ന് പറയും. അതിനൊന്നും ആർക്കും സമയമില്ല. ഇവിടെ എന്താണ്? ഇവിടെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ആണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് 1 രൂപയെങ്കിലും മൈനസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാത്ത, കുറയാത്ത ഒരു ബില്ലും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് ഞങ്ങൾ തരുന്നത്. അതാണ് എംപേ. എം ഗോൾഡ് എന്നുള്ളത് അതിനകത്തുള്ളൊരു സംവിധാനമാണ്. ഈ ഡിസ്കൗണ്ടിനെ നിങ്ങൾക്ക് ഗോൾഡാക്കി മാറ്റാം. മറ്റൊരു തരത്തിൽ എം ഗോൾഡ് നേരിട്ട് ഉപയോഗിക്കാം. അതൊരു സമ്പാദ്യശീലമാക്കാം. 10 രൂപ മുതൽ സ്വർണം വാങ്ങാം. അതിലൊരു അതിശയോക്തിയുണ്ട്. 10 രൂപക്ക് എന്ത് സ്വർണമാണ് ലഭിക്കുക? ഞാൻ പറയുന്നു 10 രൂപക്ക് നിങ്ങൾക്ക് തരുന്നത് 22 കാരറ്റ് സ്വർണമല്ല, 24 കാരറ്റ് 99.9 അത്രയുള്ള സ്വർണ്ണമാണ്. 99.9% പരിശുദ്ധിയുള്ള 24 കാരറ്റ് സ്വർണം നിങ്ങൾക്ക് ഏത് സമയത്തും 10 രൂപ മുതൽ 10 രൂപക്കോ 15 രൂപക്കോ 100 രൂപക്കോ ഒരു സാധാരണക്കാരന് ഒരു സമ്പാദ്യശീലം പോലെ നമുക്കൊക്കെ സ്വർണം വലിയ ആഗ്രഹമുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ആളുകൾ. അപ്പൊ അവർക്ക് ഇടയ്ക്ക് ഒരു 100 രൂപ മാറ്റി വെക്കാം. സ്വർണത്തിൽ അത് നിക്ഷേപിച്ചാൽ ഏത് സമയത്ത് ആവശ്യം വന്നാലും, ഏത് മുടക്ക് ദിവസമായാലും പാതിരാത്രി ആയാലും ഇതേ സിസ്റ്റത്തിലൂടെ ഇതേ രീതിയിൽ തന്നെ വിൽക്കുകയും ചെയ്യാം. അപ്പൊ സ്വർണം നമ്മൾ വാങ്ങി സൂക്ഷിക്കുന്നു, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അപ്പം തന്നെ വിൽക്കാം. അത്ര പെട്ടെന്ന് നിങ്ങളുടെ വാലറ്റില്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആ കാശ് അവിടെ വരും. അതാണ് എം ഗോൾഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ആളുകളുടെ ഒരു സമ്പാദ്യശീലം വളർത്തുക, സ്വർണം വാങ്ങി സൂക്ഷിക്കാനുള്ള ഒരു അവസരം നൽകുക, ഏത് സമയത്തും അത് വിൽക്കാനുള്ള അവസരം നൽകുക എന്നുള്ളതാണ് എം ഗോൾഡിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ ഈ എംപേ എന്ന് പറയുന്ന സംവിധാനത്തിന് അകത്ത് ഉള്ളത്. അതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്, ലേലം ചെയ്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങാം. അതാണ് ഈ മാക്സിമം ഇ-കോമേഴ്സ് ആദ്യം തുടങ്ങിയ കാര്യം. ഓൺലൈനായിട്ട് ഓപ്ഷൻ നടത്തി ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ഒരു അവസരം. അപ്പൊ അതിന് ഇപ്പൊ നമ്മൾ നമ്മുടെ കടകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട് നമ്മൾ ഓൾറെഡി കൊടുക്കും.
അതോടൊപ്പം നമ്മൾ റിവാർഡ് പോയിന്റ്സും കൊടുക്കും കമ്പനി. ഒരാൾക്ക് 1000 രൂപയുടെ ഉൽപ്പന്നം വാങ്ങി 200 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു, അതിന്റെ കൂടെ 20 പോയിന്റ് റിവാർഡ് പോയിന്റ് കൂടി സൗജന്യമായിട്ട് കൊടുക്കും. ഈ റിവാർഡ് പോയിന്റ് ഉപയോഗിച്ചാലേ ഇതിനകത്ത് പോയിട്ട് ലേലം വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ലേലം വിളിച്ച് ഉൽപ്പന്നം വാങ്ങണമെങ്കിൽ നമ്മുടെ റിറ്റൈലർ കടകളിൽ പോയിട്ട് സാധനം വാങ്ങണം, അല്ലാതെ കാശ് കൊടുത്താൽ ഈ പോയിന്റ് കിട്ടില്ല. അപ്പൊ ആ രീതിയിലും നമ്മുടെ ചെറുകിട കച്ചവടക്കാരെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ട്, വാക്കിംഗ് കസ്റ്റമേഴ്സിനെ കൂട്ടാനായിട്ട്, സാധാരണ കടയിലേക്ക് കുറച്ചുകൂടി കസ്റ്റമേഴ്സിന്റെ ഫ്ലോ കൂട്ടുന്നതിനായിട്ടാണ് ഈ ഒരു ആപ്പ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിന് പുറത്തുള്ള ഒരു സംവിധാനമാണ് എം സ്ക്രീൻ. ഈ രീതിയിലുള്ള സ്ക്രീൻ അത് ഇതിന്റെ വലുതുണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ക്രീനുകൾ അതുണ്ടാവും. ഇതാണ് നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. ഇത് വാക്കിംഗ് കസ്റ്റമേഴ്സ് കൂടുതലുള്ള ഷോപ്പുകളിൽ സൗജന്യമായി ഈ സ്ക്രീനുകൾ സ്ഥാപിച്ചു തരും. അതിന് വ്യാപാരികൾ ഒരു പൈസയും മുടക്കേണ്ട. സാധാരണ കച്ചവടക്കാരന്റെ കടയിൽ ഈ ഇത്തരത്തിലുള്ള സ്ക്രീനുകൾ കമ്പനി സൗജന്യമായിട്ട് കൊണ്ടുവച്ചു തരും. അതില് ആ കടക്കാരന്റെ പരസ്യം പല തവണ ആ കടക്കാരന്റെ പരസ്യം അതില് കാണിക്കുകയും ചെയ്യും. മാത്രമല്ല, ഒരു കടയിൽ ഈ ഒരു സ്ക്രീൻ സ്ഥാപിച്ചാൽ അടുത്ത 10 സ്ഥലത്തു കൂടി ആ കടക്കാരന്റെ പരസ്യം സൗജന്യമായിട്ട് കാണിക്കും. ഇതിന് ഒരു ചെലവും ഈ കടക്കാരനില്ല. ഒറ്റ കാര്യം വേണമെങ്കിൽ പറയാം, ഈ ഒരു സാധനം പ്ലഗ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു കറണ്ട് ചാർജ് ആ കടക്കാരൻ കൊടുക്കേണ്ടി വരും. ഇതൊരു LED ഡിവൈസ് ആണ്. ഇതിന് കറണ്ട് ചാർജ് എന്ന് പറയുന്നത് ഒരു മാസത്തില് ഒരു 250 രൂപ 300 രൂപ ഒരു മാസം കറണ്ട് ബില്ല് വരും. ഈ ഒരു ചെലവിൽ 10 ഇത്തരത്തിലുള്ള സ്ക്രീനിൽ നമ്മുടെ പരസ്യം തികച്ചും സൗജന്യമായിട്ട്, ഇതിനുള്ളിൽ ഒരു ഹിഡൻ അജണ്ടയും ഇല്ല, തികച്ചും സൗജന്യമായിട്ട് കാണിക്കാനുള്ള ഒരു അവസരമാണ്. ഇതിലൂടെ ഞങ്ങൾ വിഭാവനം ചെയ്തത് നമ്മുടെ സാധാരണക്കാരായ കച്ചവടക്കാർക്ക് പരസ്യം ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, അവർക്ക് വലിയ എക്സ്പെൻസ് ആണ്, അവർക്ക് അത് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെയും നമ്മളൊരു സഹായഹസ്തമായിട്ട് അവരുടെ പരസ്യങ്ങൾ കാണിക്കുന്നു, സൗജന്യമായിട്ട് കാണിക്കുന്നു. ആ രീതിയിൽ ഈ സംഭവവും നമ്മുടെ ലോക്കൽ ബിസിനസ്, സാധാരണ പീപ്പിളുടെ ബിസിനസ് കൂട്ടാനുള്ള അവസരമായിട്ട് ഈ എം സ്ക്രീനിനെയും നമുക്ക് കാണാൻ കഴിയും. ഇതാണ് എം ഗോൾഡ് എം സ്ക്രീൻ. ചെറുതായിട്ടെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളൊരു കിറ്റ് തരുന്നുണ്ട്. അതിന്റെ വിശദീകരണങ്ങളുണ്ട്. അതൊന്ന് വായിച്ചു മനസ്സിലാക്കി അതിന്റെ QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഈ ആപ്പ് ഓട്ടോമാറ്റഡ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയും. അടുത്ത 2-3 ആഴ്ചക്കകം നമ്മുടെ മാർക്കറ്റിൽ ഈ സംഭവം അവൈലബിൾ ആവും. കമ്പനി ഇതില് കൃത്യമായിട്ടുള്ള പഠനം നടത്തി കേരളത്തിൽ മുഴുവൻ സർവേ നടത്തി. ന്യൂ ഏജ് ഏജൻസി അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം. നമുക്കൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഇദ്ദേഹത്തെ പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. മിസ്റ്റർ അഡ്വക്കേറ്റ് S. രാജേന്ദ്രൻ IPS. അദ്ദേഹം ഒരു റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഈ കമ്പനിയുടെ ചീഫ് ലീഗൽ ഓഫീസറാണ്. തിരുവനന്തപുരമാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് 3 ഇതളുകളുള്ള എം സ്ക്രീൻ, എം ഗോൾഡ്. ഒരുപക്ഷെ ആധുനിക ട്രേഡിംഗ് സമൂഹത്തിന് അപരിചിതമായ കുറേ കാര്യങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. 1992 മുതൽ ഇന്റർനെറ്റിന്റെ വരവോടെ ആവിർഭവിച്ചിട്ടുള്ള മാർക്കറ്റിംഗിൽ ഒരു വഴിയിൽ ചെല്ലുമ്പോൾ മറ്റൊരു വഴിയിൽ പണി നടക്കുന്നത് കൊണ്ട് മാറി മാറിക്കും. ഞാൻ നേരത്തെ കമ്പനിക്കോട് പറഞ്ഞു, സാധാരണ യാത്ര ചെയ്യുമ്പോൾ പോലീസിന്റെ സേവനം ഉപയോഗിക്കാറില്ല, മറ്റൊന്നും കൊണ്ടല്ല, ആളുകളെ പേടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഞാനും ഇത്തിരി വൈകിയാലും സ്വതന്ത്രമായി പോകാനും ഇവിടെ വന്നപ്പോൾ എന്നാ റെയിൽവേ ഒന്ന് കടന്നു കിട്ടാൻ ഒന്ന് പോലീസിന്റെ സേവനമാകാം എന്ന് കരുതി. അപ്പൊ അതിനേക്കാൾ വളച്ചു. നേരെ ശങ്കരയ റോഡ് വഴി വളച്ച് പടിഞ്ഞാറ കോട്ട വഴി തിരിച്ചാണ് എത്തി. നേരെ മറലിന്റെ അതിലേക്കോട്ട് പോന്നാൽ മതി. അപ്പോൾ ഉണ്ടായ പൊതുതാമസങ്ങൾ നേരം വൈകി. എനിക്കാണെങ്കിൽ കൊണ്ടാടിയിൽ പോയി തിരിച്ച് ഇൻഡോർ സ്റ്റേഡിയത്തിലൊരു പരിപാടിക്ക് ഉച്ചയ്ക്ക് തന്നെ എത്തിച്ചേരേണ്ടതാണ്. കൊണ്ടാടി ഇത്തിരി ദൂരവുമാണ്. യഥാർത്ഥത്തിൽ ഈ യോഗത്തിന് നമ്മളെല്ലാവരും വന്നു കയറുമ്പോൾ
എന്താണ് MP എന്നും എന്താണ് M3 എന്നും എന്താണ് M-Gold എന്നും അറിഞ്ഞു വന്നതല്ല. സാധാരണ നിലയിൽ ഞങ്ങൾ മന്ത്രിമാരാകുമ്പോൾ ഏത് ഉദ്ഘാടനത്തിന് പോകുമ്പോഴും 2 തവണ ഒന്ന് സ്പെഷ്യലായി പരിശോധിച്ചിട്ടാണ് പോവുക. ഇവിടെ വന്ന് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ് എന്താണ് ഷാഹുലിന്റെ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ പിന്നെ എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചാൽ ഷാഹുൽ ഹമീദിനോടുള്ള വിശ്വസത കൊണ്ട് വന്നതാണ് എന്നാണ് ഏറ്റവും ചുരുങ്ങിയ അർത്ഥം. ഇവിടെ രാഷ്ട്രപ്രസിഡന്റ് നന്നായി വിശദീകരിച്ചു. ഞാനൊരു സ്റ്റാറ്റുകാരനാണെങ്കിൽ ഞാൻ വിശദീകരിച്ചാൽ ഇനി പൂർത്തിയാകില്ല. ഈ വിശദീകരണമെല്ലാം കേൾക്കുന്നു. ഞാൻ ഈ വിശദീകരണം കേട്ടത് നമ്മുടെ എംപിയുടെ ഒഫീഷ്യൽ ലോഞ്ച് സെറമണി ശ്രീ കെ രാജൻ അവർ നിർവഹിച്ചിരിക്കുകയാണ്. നല്ലൊരു കൈയടി നൽകാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഒപ്പം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ മാക്സ്വിൻ ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചെയർമാൻ ശ്രീ KV അബ്ദുൽ ഹമീദ് സാറിന്റെ പിറന്നാളും കൂടിയാണ് ഇന്ന്. സോ ആ ഒരു ആഘോഷം കൂടെ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെലിബ്രേഷനിൽ ഒപ്പം ആഘോഷിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ അതിനുവേണ്ടി എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ ഒരു സമയം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലോഞ്ചിങ് സെറമണിയുടെ ആഘോഷങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ ചെയർമാൻ ശ്രീ KV അബ്ദുൽ ഹമീദ് സാറിന്റെ പിറന്നാൾ ആഘോഷം കൂടെ നമ്മൾ കൊണ്ടാടുകയാണ്. സോ എല്ലാവരും ചേർന്ന് നമ്മൾ വിഷ് ചെയ്യുന്നു. വെരി ഹാപ്പി ബർത്ത്ഡേ ടു മിസ്റ്റർ KV അബ്ദുൽ ഹമീദ്. Happy birthday to you. May the good God bless you. May the good God bless you. Happy birthday, dear Abdul sir. Happy birthday to you. അപ്പോൾ നല്ലൊരു കൈയ്യടി കൂടെ നൽകാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. മിനിസ്റ്റർ ഫോർ റവന്യൂ ആൻഡ് ഹൗസിംഗ് ശ്രീ കെ രാജൻ അവർക്ക് മൊമെന്റോ നൽകി ആദരിക്കുന്നത് ശ്രീ KV അബ്ദുൽ ഹമീദ്, ചെയർമാൻ മാക്സ്വിൻ ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഒപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന തൃശൂർ MLA ഏറ്റവും ബഹുമാന്യനായ ശ്രീ P ബാലചന്ദ്രൻ അവർക്കും മൊമെന്റോ നൽകി ഈ ഒരു സമയം നമ്മൾ ആദരിക്കുകയാണ്. നിറകൈഡികളോട് കൂടെ തന്നെ 2 വിശിഷ്ട വ്യക്തികളും എത്തിച്ചേർന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. സുഹൃത്തുക്കളെ, ഞാൻ വളരെ നേരത്തെ വന്നതാണ്. സത്യം പറഞ്ഞാൽ 11:15 വളരെ വൈകി. 2-3 പരിപാടികളിൽ പങ്കെടുക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിക്കാനുള്ള പ്രമുഖരെ എനിക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞ് അനുവദിച്ചതാണ്. അതുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇത് വലിയൊരു സംരംഭമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ആദ്യം ഓൺലൈൻ ബിസിനസ് ആയിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷെ ഇത് ഓൺലൈൻ ബിസിനസിന് എതിരാണ്. ശരിക്കും ഓൺലൈൻ ബിസിനസിന് എതിരാണ്. ഇത് വ്യാപാരികളിലേക്ക് ജനങ്ങൾ നേരിട്ട് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള വലിയൊരു അവസരമായിട്ടാണ് ഞാൻ ഈ സംരംഭത്തെ കാണുന്നത്. ഇതിന്റെ ഒരു ആശയം തോന്നിയ ഇതിന്റെ സംഘാടകരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ ഒരു വിജയം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്വാഗതം ആശംസിച്ച ശ്രീ രാജൻ, ശ്രീ വിനോദ് കുമാർ, ശ്രീ അലു, ശ്രീ ജോയ് മിത്രൻ, ശ്രീ ടോണി, ശ്രീ രാജേന്ദ്രൻ IPS, ശ്രീ നസീഫ് യൂസഫ് അടക്കമുള്ള പ്രിയപ്പെട്ട അബ്ദുൽ ഹമീദിന്റെ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ശ്രീ അബ്ദുൽ ഹമീദ് കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളായി വ്യാപാര മേഖലയ്ക്ക് ഉണർവേകാൻ എന്തൊക്കെ വേണം എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്.
അദ്ദേഹത്തിന്റെ ചിന്ത, അദ്ദേഹത്തിന്റെ പ്രവൃത്തി. നമുക്കറിയാം, ഒരിക്കൽ ചാവക്കാട് വ്യാപാരി വ്യവസായ ഏകോപന സഭയുടെ തീരുമാനം ആദ്യമായി മലയാള മനോരമ എഡിറ്റോറിയൽ എഴുതി. നമ്മുടെ ഹർത്താലുകൾക്കെതിരെ എപ്പോഴും വ്യത്യസ്തമായി ചിന്തിക്കുന്ന, വ്യാപാരി സമൂഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രവാചകനെ പോലെ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ശ്രീ അബ്ദുൽ ഹമീദ്. അതാണ് ഇത്രയധികം നമ്മള് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വേദിവിട്ട കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർ, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പകരക്കാരനില്ലാത്ത അമരക്കാരൻ ശ്രീ രാജു അഫ്സർ അവർ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ ട്രഷറർ ശ്രീ ജോയ് മുത്തടൻ, ശ്രീ അനൂപ് കാട, നമ്മുടെ ന്യൂസിന്റെ കൗൺസിലർ, നമ്മുടെ വ്യാപാരി സമൂഹത്തിന്റെ വളരെ വലിയ സുഹൃത്താണ്, അതുപോലെ ശ്രീ ടോണി, അതുപോലെ ശ്രീ IPS ഉള്ള നമ്മുടെ ലീഗിനായിട്ടുള്ള ലീഗൽ ഓഫീസർ ഉൾപ്പെടെ വേദിയിൽ സദസ്യമുള്ള വ്യാപാരി സുഹൃത്തുക്കൾ, ശ്രീ KV അബ്ദുൽ ഹമീദിന്റെ കുടുംബാംഗങ്ങൾ, പ്രിയമുള്ള സ്റ്റാഫ് അംഗങ്ങൾ, നമ്മുടെ ഏറ്റവും അഭിനയാംശീലായിട്ടുള്ള സുഹൃത്തുക്കൾ, വളരെ സമ്മോഹനമായിട്ടുള്ള വേദിയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കാരണം ആധുനിക കാലഘട്ടത്തിന് അനുസൃതമായി ഓൺലൈൻ വ്യാപാരം വ്യാപാരികൾക്കൊക്കെ വലിയ പ്രയാസമാണ്, അവർക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്നുള്ള കോൺസെപ്റ്റ് മാറ്റിമറിച്ചുകൊണ്ട് ഓൺലൈൻ വ്യാപാരം കൊച്ചു വ്യാപാരികൾക്കുള്ളതാണ് എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നുള്ളതുകൊണ്ട് അത് പുതിയ കാലഘട്ടത്തിൽ വ്യാപാര സമൂഹത്തെ സംരക്ഷിക്കുന്ന പ്ലാറ്റ്ഫോമാണെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. കൊച്ചു വ്യാപാരികൾക്ക് പോലും ഓൺലൈനിലേക്ക് കടന്നു വരാൻ കഴിയും, അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് പ്രദർശിപ്പിക്കാൻ കഴിയും. രണ്ടാമത്, മൂന്നാമത് എന്താണ്, കസ്റ്റമേഴ്സിന് വലിയ രീതിയിൽ ആനുകൂല്യം കിട്ടുകയാണ്. നമ്മൾ ഗൂഗിൾ പേയിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് വൗച്ചർ, ഗിഫ്റ്റ് വൗച്ചർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് വൗച്ചർ ഇപ്പൊ പലരും നോക്കാറില്ല. കാരണം എന്താണ്, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിനുള്ള ഡിസ്കൗണ്ടാണ്. ഇതല്ല, ഇൻസ്റ്റാന്റ് റിയൽ ഡിസ്കൗണ്ട് എമൗണ്ട് അവിടെ ക്രെഡിറ്റ് ചെയ്യപ്പെടുകയാണ്. അതാണ് റിയൽ ആയിട്ടുള്ള ഡിസ്കൗണ്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. അത് മാത്രമല്ല, ഗോൾഡിന്റെ പർച്ചേസ് കൂടി അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ മൂന്ന് സംഗതികൾ ഒരുമിച്ച് സമന്വയിപ്പിക്കുന്ന അസാധാരണമായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്, പുതിയ കാലഘട്ടത്തിന്റെ പ്ലാറ്റ്ഫോമാണ്. വരും കാലഘട്ടത്തിലൊക്കെ നമുക്കൊക്കെ എല്ലാവർക്കും അതിനകത്ത് അസോസിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ശ്രീ KV അബ്ദുൽ ഹമീദിന്റെ ജീവിതം അത് ഒരു വ്യാപാരി എന്നുള്ള നിലയിൽ, ഒരു ഓണ്ടർപ്രണർ എന്നുള്ള നിലയിൽ, ഒരു വ്യാപാരി നേതാവ് എന്നുള്ള നിലയിൽ, ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയിലൊക്കെ നമുക്കൊക്കെ തന്നെ വളരെ വലിയ ഉത്തേജനകമായിട്ടുള്ള ഒരു ജീവിതമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസയും നേരുന്നു. ഈ സ്ഥാപനം ഉത്തരവാദിത്തം പുരോഗമിച്ചുകൊണ്ട് വ്യാപാര സമൂഹത്തിനൊക്കെ തന്നെ വലിയ സംരക്ഷണ കവചം ഒരുക്കുന്ന വലിയ പ്രസ്ഥാനമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ 56ാമത് ജന്മദിനം, 56ാമത് ജന്മദിനം അത് ജാതുല്യമാനമായി മാത്രം ആശംസിച്ചുകൊണ്ട് ബാക്കിയുള്ള സംഘടിപ്പിക്കും. ഒരിക്കൽ പൊട്ടാന ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ KV അബ്ദുൽ ഹമീദിനെ സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു വേദി കൂടെ ഒപ്പം നൽകാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി ശ്രീ അനൂപ് കാട, കോർപ്പറേഷൻ കൗൺസിലർ, അദ്ദേഹത്തെ സ്വാഗതം. നേതാവുമായിട്ടുള്ള അബ്ദുൽ ഹമീദ്, നമ്മുടെ രാജൻ, വ്യാപാരി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് സെക്രട്ടറി വിനോദേട്ടൻ, ടോണിയേട്ടൻ, ഏകോപന സമിതിയുടെ എല്ലാമായ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദിന്റെ ജന്മദിനമാണ്. സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു 50 വയസ്സാണ്. അപ്പൊ നമ്മൾ തൃശ്ശൂർ ജില്ലക്കാർ പറയും അദ്ദേഹത്തിന് 35 വയസ്സായിട്ടുള്ളൂ. ഒന്ന് കൈയടിക്കുന്നേ. അദ്ദേഹത്തിന് 35 വയസ്സിന്റെ ഓട്ടമൊക്കെ ഓടണേ. അപ്പൊ പിന്നെ 35 വയസ്സായിട്ട് ഞാൻ കാണുള്ളൂ. യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന പ്രസിഡന്റ് വരെ ആക്കാം. നമ്മുടെ രാജു അഫ്സർ സാറ് പറഞ്ഞില്ലേ, ചിലർ വരുമ്പോൾ ചരിത്രം പെടുമാറും.
വ്യാപാരി വ്യവസായ ഏകോപന സമിതി KV അബ്ദുൾ ഹമീദ് 2013 ജില്ലാ പ്രസിഡന്റായപ്പോ തൃശ്ശൂർ ജില്ല അതിഗംഭീരമായി പ്രവർത്തിച്ചു. എന്നാൽ പല ഘട്ടങ്ങളിലും അദ്ദേഹം ജില്ലാ കൗൺസിൽ യോഗത്തിൽ നിങ്ങൾ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. ഓൺലൈൻ പ്രവർത്തനം നമുക്കും നടത്താം, ഓൺലൈൻ കച്ചവടം നമുക്കും നടത്താം. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് എന്താണ് ഈ പറയുന്നത്. അദ്ദേഹം സ്വപ്നം കാണാമെന്ന് പിന്നീട് മനസ്സിലായി. ഇന്ന് അദ്ദേഹം തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലെ ചെറുകിട കച്ചവടക്കാർക്ക് പോലും ഓൺലൈൻ ബിസിനസ് നടത്താമെന്ന് മാതൃകയായിക്കൊണ്ട് അദ്ദേഹം തന്നെ തുടങ്ങി വെച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ മാതൃക എന്ന് ഈ സമയത്ത് അഭിമാനത്തിൽ പറയാൻ ആഗ്രഹിക്കുക. അത് നമുക്ക് മാതൃകയാക്കി തന്നു, നമുക്കും ചെയ്യാം. ബഹുമാന്യ അധ്യക്ഷൻ ബാലേന്ദ്രൻ, ഉദ്ഘാടകൻ മിനിസ്റ്റർ രാജേന്ദ്രൻ, പിന്നെ സംസ്ഥാന പ്രസിഡന്റ് രാജാപ്സര, പിന്നെ അനൂപ് കാട, പിന്നെ ബാക്കി എല്ലാ വിശിഷ്ട വ്യക്തികളും, വേദിയും സദസ്സിലും എല്ലാ വ്യക്തികളും. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ അമേരിക്ക ആദ്യം തന്നെ ഇവിടെ ഇലക്ഷൻ ഉണ്ടായിരുന്നു. ഇലക്ഷൻ സമയത്ത് വന്നിട്ട് അമേരിക്കൻ വിനോദ് എന്നോട് ചോദിച്ചു, എന്ന് നമ്മളായിട്ട് സഹകരിക്കണട്ടോ ടോണി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രസിഡന്റാണ്. അപ്പൊ ടോണി സഹകരിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, അവരോട് ചോദിച്ചു, ഇവര് ഈ കൊടുങ്ങല്ലൂരിനും ചാവക്കാടത്തും വന്നിട്ട് ഇവിടെ എന്ത് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. ആ ചോദിച്ച വാക്ക് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ഞാൻ ഈ വെസ്റ്റ് കോട്ടിൽ നിന്ന് എത്രയും നല്ല ആളുകൾ ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഏറ്റവും പിന്നെ ശ്രീ അനൂപ് കാട, കോർപ്പറേഷൻ കൗൺസിലർ, അദ്ദേഹത്തെയും ഈ ഒരു സ്നേഹ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജോയ് മുത്തണ്ണൻ, ഡിസ്ട്രിക്ട് ട്രഷറർ KVVES തൃശൂർ. ശ്രീ AM ടോണി, KVVES യൂണിറ്റ് പ്രസിഡന്റ്, അദ്ദേഹത്തെയും ഈ ഒരു സ്നേഹ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അഡ്വക്കേറ്റ് S രാജേന്ദ്രൻ IPS, ചീഫ് ലീഗൽ ഓഫീസർ. ഒപ്പം തന്നെ നമുക്ക് ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ ഓഫീസ് ഓപ്പണിംഗ് സെറമണി നിർവഹിച്ച ശ്രീ രാജു അപ്സര, KVVS സ്റ്റേറ്റ് പ്രസിഡന്റ്. So thank you so much. ഒരിക്കൽ കൂടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നന്ദി പറയുകയാണ്. And now let me welcome Shri Nasif Yusuf, General Manager, for the vote of thanks. മാക്സിമം ഈ കോൺഗ്രസിന്റെ 3 വർഷത്തെ പ്രയത്നമാണ് ഇന്ന് ഈ MP എന്ന് പറയുന്ന ആശയത്തിലൂടെ നിങ്ങൾ എത്തിയിരിക്കുന്നത്. തികച്ചും ഒരു വ്യാപാരി സമൂഹത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു ആശയം ഉടലെടുത്തു എന്നത് ഏറെ അഭിമാനം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കുത്തകൾക്കിടയിൽ നിന്നുകൊണ്ട് ചെറുകിട വ്യാപാരത്തെ ഏറ്റവും അടിത്തട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതും അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ബിസിനസ് പ്രൊമോഷൻ ആപ്പ് എന്ന് തന്നെയാണ് MP നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്നത്. നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഈ ആപ്പുമായിട്ട് സഹകരിക്കുക. തീർച്ചയായിട്ടും വ്യാപാരികളുടെ മനസ്സറിഞ്ഞ് പൾസറിഞ്ഞിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇതിന്റെ ചെയർമാൻ എന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസ്തയോടുകൂടിയിട്ട് ഈ ആപ്പിനെ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്നിൽ കർത്തവ്യമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി പറയുകയാണ്. ഇതിൽ ഈ പരിപാടിക്ക് ഔദ്യോഗികമായിട്ട് അധ്യക്ഷത വഹിച്ച അസാം ബാലചന്ദ്രൻ ഒരിക്കൽ കൂടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒഫീഷ്യലി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ഗ്രാൻഡ് ലോഞ്ചിങ്, MP-യുടെ ഗ്രാൻഡ് ലോഞ്ച് സെറമണി ഇവിടെ അവസാനിക്കുകയാണ് എന്ന കാര്യം കൂടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ശ്രീ KV അബ്ദുൾ ഹമീദ് സാറിനെ പൊന്നാടി അണിയിച്ച് പിറന്നാൾ വിഷ് ചെയ്തതിനു ശേഷം നമ്മുടെ ഇന്നത്തെ ഒരു സെലിബ്രേഷൻ ഒഫീഷ്യലി നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അതിനുശേഷം സ്നേഹവിരുന്നും സ്നേഹ സമ്മാനവും സ്വീകരിച്ചതിന് ശേഷം മാത്രം തിരികെ പോകുന്നതിനായിട്ട് കൂടെ ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു.
ഇനാഗ്രേഷന് പോയവർക്ക് ഒരു സ്നേഹവിരുന്നുണ്ടായിരുന്നു. ഫുഡ് അതുപോലെ അവിടെ ഇനാഗ്രേഷന് വന്ന് തിരിച്ചു പോയവർക്ക് എല്ലാവർക്കും ഓരോ ഗിഫ്റ്റും കിട്ടി. അത് ഞാനിവിടെ കാണിക്കാം. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്